ശ്രീയിൽ എന്താണ് നിലപാട്? പ്രതിപക്ഷത്തിരുന്നു പറഞ്ഞ വീരവാദങ്ങളൊക്കെ ആവിയായിപ്പോയോ? അന്ന് എതിർത്തവർ ഇന്ന് പദ്ധതിയുടെ നടത്തിപ്പുകാരായി മാറുന്നു. അറബിക്കടലിലും ചവറ്റുകുട്ടയിലും തിരഞ്ഞാൽ കിട്ടാത്ത കരാറിൽ നയവും നിലപാടുമൊക്കെ എവിടെയാണ്? ആദ്യം എതിർപ്പ്, പിന്നെ പച്ചക്കൊടി, പിന്നെ ഒരു മലക്കം മറിച്ചിൽ. ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. പൊളിയുന്ന വാദങ്ങളും നിലപാടുകളും പൊള്ളിക്കുമോ എന്നതാണ് നമ്മുടെ ചോദ്യം. PMC നടപ്പിലാക്കുമോ ഇല്ലയോ? ഇന്നലെ PMCയിൽ മുന്നോട്ട് എന്നായിരുന്നു മുന്നണി കൺവീനറുടെ നിലപാട്. UDF യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അടൂർ പ്രകാശ് പറഞ്ഞത് ഒരിക്കൽ കൂടി ഒന്ന് കണ്ടുവരാം. കഴിഞ്ഞ LDF ഗവൺമെന്റ് ആണ് ഈ PMC പദ്ധതിയുമായി ഒപ്പിടാൻ പോയതും ഒപ്പിട്ടത്. ആ MOU ഒപ്പിട്ടു എങ്കിലും ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നടപ്പാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ തീരുമാനിച്ചു. മുൻ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ചയെന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും. PMCയിൽ UDF സർക്കാർ വെട്ടിലായിരിക്കുകയാണ്. മുന്നണി കൺവീനറുടെ വാദം തള്ളുന്നതായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനമെടുത്തിട്ടില്ല എന്നും മുന്നണി വിഷയം ചർച്ച ചെയ്തിട്ടേയില്ല എന്നുമായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട്. ഇതിന് പിന്നാലെയാണ് അടൂർ പ്രകാശിന്റെ U-ടേൺ. ആ വിഷയം ചർച്ച ചെയ്തിട്ടേ ഇല്ല ഇന്നലെ. ഇപ്പോഴുള്ള പൊസിഷൻ എന്ന് പറയുന്നത് നേരത്തെ ഉള്ളത് തന്നെയാണ്. കേരള ഗവൺമെൻറ് ഇത് സംബന്ധിച്ച് എന്താണ് ഗവൺമെൻറ് പറയാനുള്ള റിപ്പോർട്ട് പഠിച്ച ശേഷം UDFും പറയും, അതുപോലെ തന്നെ പിന്നെ മുഖ്യമന്ത്രിയും പറയും. അല്ല, ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. UDF അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ തീരുമാനിച്ചിട്ടുമില്ല. ഇല്ലല്ല, പിന്മാറാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങൾ UDF ചർച്ച ചെയ്യും. ഉപസമിതി വെക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ എന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്മാറ്റം സാധ്യമല്ലെന്ന നിലപാട് ഒറ്റ ദിവസം കൊണ്ട് മാറിയത് എങ്ങനെയാണ്? ലീഗ് സമ്മർദ്ദമാണോ കാരണം? കരാറിനെ ചൊല്ലി ലീഗ് കോൺഗ്രസ് ഭിന്നതയോ? ചോദ്യങ്ങൾ അനവധിയാണ്. സജോ ദേവസ്യ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സജോ, മുന്നോട്ട് എന്ന് പറഞ്ഞതിനെ മുൻപിൻ നോക്കാതെ തള്ളിക്കളയുകയാണ് UDF കൺവീനർ ഇന്ന് ചെയ്യുന്നത്. പറഞ്ഞ വാക്കിൽ വ്യവസ്ഥയില്ല UDF കൺവീനർക്കെങ്കിൽ മറ്റാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം പറഞ്ഞ വാക്കിൽ വ്യവസ്ഥ ഇല്ലാതായതിനെ കുറിച്ചാണല്ലോ പിന്നീട് ഒരു പരാമർശം നടത്തേണ്ടി വന്നതും U-ടേൺ എടുക്കേണ്ടിയും ഒക്കെ വന്നത്. ലീഗിന്റെ സമ്മർദ്ദം കൃത്യമാണ് അല്ലേ? അത് ഉറപ്പായും. പക്ഷെ കാണേണ്ടത് മുഖ്യമന്ത്രി അധികാരമേറ്റെടുത്തതിന് പിന്നാലെ പറഞ്ഞ ഒരു കാര്യത്തിൽ വളരെ ഊന്നിപ്പറഞ്ഞൊരു കാര്യമുണ്ട്. വാക്ക് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് പക്ഷേ ഈ കാര്യത്തിൽ എന്താണ് അതായത് UDFൽ സർവത്ര ആശയക്കുഴപ്പമാണ്. പിന്മാറ്റമാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾ പിന്മാറും, അതിനാവശ്യമായ സാങ്കേതിക പഠനം നടത്തും എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റിയായി. എന്ന് വെച്ചാൽ ഇതുമായി മുന്നോട്ട് പോകാൻ നിൽക്കുമ്പോഴുള്ള സമ്മർദ്ദമാണ് ഇപ്പോൾ കാണുന്ന ആശയക്കുഴപ്പത്തിന്റെ അടിസ്ഥാനം എന്ന് വളരെ കൃത്യമായി നമുക്ക് വിലയിരുത്താൻ കഴിയും. പിന്മാറാനാണ് തീരുമാനമെങ്കിൽ പിന്മാറാൻ എങ്ങനെയാണ് മാർഗം എന്ന് പഠിക്കും എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല പറയുന്നതെന്നാണ് കാണേണ്ട ഒരു കാര്യം. അതായത് PMC അറബിക്കടലിലെറിയും അല്ലെങ്കിൽ ചവറ്റുകുട്ടയിലിടും എന്നൊക്കെ പറഞ്ഞ അതേ ആളുകളോട് ഇപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ മറുപടിയായി കിട്ടുന്നത് സ്ട്രോമാൻ ഫാലസിയിൽ അതിൽ തൂങ്ങിയ പ്രതികരണമാണ്. എന്ന് വെച്ചാൽ നേരിട്ടുള്ള ഉത്തരവില്ല എന്നാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ പക്ഷേ ഏറ്റവും കൗതുകകരമായ കാര്യം UDF കൺവീനർ UDF നേതൃയോഗത്തിന്റെ തീരുമാനങ്ങൾ കൂടി വിശദീകരിച്ചു കൊണ്ടിരിക്കവെയാണ് അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് മുന്നോട്ട് തന്നെ എന്ന് പറഞ്ഞത്. അത് പക്ഷേ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് മലക്കം അറിയേണ്ടി വരുന്നു. ഇതിന്റെ അപകടം, ഇതുണ്ടാക്കാവുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് UDFൽ കൃത്യമായ ബോധ്യമുള്ളത് ഒരുപക്ഷെ ലീഗിന് തന്നെ ആയിരിക്കും. ലീഗിൽ തന്നെ ഉണ്ടാകുന്ന ആഭ്യന്തര സമ്മർദ്ദമാണ് ലീഗിന്റെ നേതൃത്വത്തെ കൊണ്ട് ഈ കാര്യത്തിൽ കുറെ കൂടി ഒരു സമ്മർദ്ദം ഈ വിഷയത്തിൽ UDFനകത്ത് ചെലുത്താൻ അവരെ പ്രേരിപ്പിക്കുന്നത്. മുന്നോട്ടാണ് എന്ന് വ്യക്തമാക്കിയത്. UDF നേതൃയോഗത്തിൽ സ്വാഭാവികമായും ഈ പറയുന്ന നേതാക്കളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ലീഗിനോട് ചർച്ച ചെയ്യാതെയും ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ വിശ്വാസത്തിലെടുക്കാതെയുമാണ് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ അത് വിശ്വാസയോഗ്യമാണോ? അത് ഉറപ്പായുമല്ല. അതായത് UDFലെ ഒരു തീരുമാനം, UDF നേതൃയോഗം ചേർന്നതിന് ശേഷം പ്രഖ്യാപിക്കുന്ന ഒരു തീരുമാനം ലീഗ് നേതാക്കൾ അറിഞ്ഞില്ല എന്ന് അവർക്ക് ഒരിക്കലും വാദിക്കാൻ കഴിയില്ല. അതിൽ യാതൊരു തർക്കവും വേണ്ട. പക്ഷേ ലീഗിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതിന്റെ അടിസ്ഥാനം വോട്ട് ബാങ്കിനിടയിൽ അല്ലെങ്കിൽ അവർക്ക് ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണയുള്ള ജനവിഭാഗങ്ങൾക്കിടയിൽ അതുണ്ടാക്കാവുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് വളരെ പെട്ടെന്ന് ഒരു ബോധ്യം ഒരുപക്ഷെ ലീഗിനുണ്ടായേക്കാം. ലീഗിനകത്ത് ആഭ്യന്തരമായി
വരുന്ന സമ്മർദ്ദങ്ങൾ, ലീഗ് മാത്രമല്ല ന്യൂനപക്ഷ സംഘടനകൾക്കിടയിൽ നിന്ന് ലീഗിന് മേൽ വരുന്ന സമ്മർദ്ദങ്ങൾ ഒരുപക്ഷെ ഇക്കാര്യത്തിൽ കുറെ കൂടി മയപ്പെടുത്തിയുള്ള പ്രതികരണത്തിന് അവരെ പ്രേരിപ്പിക്കുന്നു എന്ന് മാത്രം ഈ വിഷയത്തിൽ കണ്ടാൽ മതി. അതല്ലാതെ UDF-നോ ലീഗിനോ ഈ വിഷയത്തിൽ ആത്മാർത്ഥമായ ഒരു നിലപാടുണ്ട് എങ്കിൽ അത് ക്ലാരിറ്റിയോടുകൂടി പറയുന്നതിന് പ്രത്യേകിച്ച് തടസ്സമില്ല എന്നതാണ് കാണേണ്ട ഒരു കാര്യം. എന്ന് വെച്ചാൽ ഐക്യത്തോടുകൂടി ഒരു നിലപാട് ഇക്കാര്യത്തിൽ UDF-നകത്തുണ്ടോ എന്നത് ഒന്നാമത്തെ ചോദ്യം. രണ്ട്, ലീഗ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിൽ പക്ഷേ ആഭ്യന്തരമായി ലീഗിനകത്തുണ്ടാകുന്ന സമവാക്യങ്ങൾ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾ അവരെ കുറെ കൂടി ഒരു സ്റ്റെപ്പ് പുറകോട്ടെടുക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നത് മാത്രമാണ് കാണേണ്ടത്. അതല്ലാതെ ലീഗിന്റെ മാത്രം കൂട്ടായ ഒരു സമ്മർദ്ദത്തിന്റെ പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് ലീഗിനകത്തുള്ള ആഭ്യന്തരമായ ചില സമവാക്യങ്ങളുടെ കൂടി തുടർച്ച ഇതിൽ വായിച്ചെടുക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല ഈ കാര്യത്തിൽ നേരത്തെ അതായത് CPM-നെതിരെ LDF-നെതിരെ അവർ പ്രധാന ആയുധമാക്കിയ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രധാന ആയുധമാക്കിയ വിഷയത്തെ വെറും 2 മാസം കൊണ്ട് അവർ തന്നെ ഡിഫ്യൂസ് ചെയ്ത് കളയുമ്പോൾ ആ വിഷയത്തിൽ ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി എന്നല്ല UDF പൊതുവിൽ മുന്നണി എന്ന നിലയ്ക്ക് പൊതുവിൽ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള മുദ്രാവാക്യം അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നിലപാടുകളെ തന്നെ അവർ തന്നെ ചോദ്യം ചെയ്യുന്നു. അതിന് യഥാർത്ഥത്തിൽ എന്തെങ്കിലും കാര്യമായ വിശദീകരണം മറുപടി അവർക്ക് നൽകാൻ കഴിയുന്നില്ല. ക്ലാരിറ്റിയുള്ള ഒരു നിലപാട് ഈ വിഷയത്തിൽ പിന്മാറ്റം എന്ന നിലയിലാണെങ്കിൽ അവർക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല. നേരത്തെ ഇതേ നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞത് LDF സർക്കാർ ഈ കരാറിൽ ഒപ്പിട്ട് പണം വാങ്ങി, അതങ്ങനെയല്ല, അതിൽ നിന്ന് പിന്മാറുന്നതിന് ഒരു തടസ്സവുമില്ല എന്ന കാര്യം കുറെ കൂടി ക്ലാരിറ്റിയോടുകൂടി പുറത്തു വരുമ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ഉപസമിതിയൊന്നും വെച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനെ സംബന്ധിച്ച ഒരു തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ. അതിനൊരു വിദഗ്ധാഭിപ്രായം തേടി അല്ലെങ്കിൽ ഒരു നിയമോപദേശം തേടി ഈ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. അതിനപ്പുറം ഈ ഉപസമിതി അങ്ങനെ അനന്തകാലം പഠിച്ചുകൊണ്ടിരിക്കാനുള്ള പ്രശ്നമൊന്നും ഈ കാര്യത്തിൽ ഇല്ല എന്ന് ആർക്കും മനസ്സിലാക്കാവുന്ന വളരെ ലളിതമായ കാര്യമാണ്. എന്ന് വച്ചാൽ വല്ലാത്തൊരു കൺഫ്യൂഷനിൽപ്പെട്ട് UDF സർക്കാർ ഉഴലുന്നു, UDF മുന്നണി ഉഴലുന്നു എന്നതാണ്. എന്ന് വെച്ചാൽ ഒരു നിലപാട്, കൃത്യമായ ക്ലാരിറ്റിയുള്ള ഒരു നിലപാട്, യോജിച്ച തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കാൻ കഴിയുന്നില്ല. എന്ന് വെച്ചാൽ ചോദ്യം ചെയ്യപ്പെടുന്നത് അവർ പ്രധാന രാഷ്ട്രീയ ആയുധമാക്കിയ ഒരു വിഷയം ഇതാ ഇവിടുത്തെ കരിക്കുലത്തെ, ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തെ സംഘപരിവാറിന് തീരെഴുതി കൊടുത്തു LDF സർക്കാർ എന്ന് പറഞ്ഞതൊരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ആക്കി മാറ്റിയവർ അധികാരത്തിൽ വന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിൽ നിന്ന് ഘടകവിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു. എന്നിട്ട് ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുന്നു. അതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയമായി ഇതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. ആ ആശങ്ക കൊണ്ട് ഇപ്പോൾ ഒരു സ്റ്റെപ്പ് പിന്നോട്ടെടുക്കുന്നു എന്നതിനപ്പുറത്ത് ഇപ്പോഴും ആത്മാർത്ഥതയുള്ള ക്ലാരിറ്റിയുള്ള നിലപാട് ലീഗിനോ അതല്ല UDF-ന് പൊതുവിനോ കോൺഗ്രസിനോ സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. എന്തു ചെയ്യാം, പോയ സർക്കാർ ഒപ്പുവെച്ച് പോയില്ലേ, ഇനി ഞങ്ങൾ എന്തു ചെയ്യാനാണ് എന്ന പരിദേവനങ്ങൾക്കും ഇനി അർത്ഥമില്ല എന്നുള്ളതാണ് ലീഗിന്റെ ഈ പറയുന്ന MP വഹാബ് തന്നെ കൃത്യമായി പാർലമെന്റിൽ ഒരു ചോദ്യം ചോദിച്ചു. അതിന് മറുപടിയും കിട്ടിയിരിക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് പിന്മാറുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നതാണ്. അതായത് UDF-നുള്ളിൽ തന്നെ ഈ കാര്യത്തിൽ ആധികാരികമായ വിവരങ്ങൾ MP-മാർ നേടിക്കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ജബി മേത്തർ അടക്കം വഹാബ് അടക്കമുള്ള MP-മാർ നേടിക്കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഉപസമിതിയൊന്നും പരിശോധിക്കേണ്ടതില്ല. പിന്മാറുമോ ഇല്ലയോ, നടപ്പിലാക്കുമോ ഇല്ലയോ എന്ന് വളരെ വ്യക്തമായി അങ്ങ് പറഞ്ഞാൽ മതി. അതിന് എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയ ബോധ്യം എന്നതുകൂടി പറഞ്ഞാൽ മതി.